അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾ ആര് എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾ ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് പറയുന്ന ആയത്തിലൂടെ അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ആയത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല. ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾ 8 അവകാശികളാണ് സക്കാത്തിൻ്റെ അവകാശികളായിട്ട് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തിയത്. ഒന്ന് ഫക്കീറാണ്, പിന്നൊന്ന് മിസ്കീൻ, വേറൊന്ന് കടക്കാരൻ, യാത്രക്കാരൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആള്, പുതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, ഇസ്ലാമിക ഭരണമുള്ളിടത്ത് സക്കാത്ത് സമാഹരിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട അതിന് സേവനം ചെയ്യുന്ന ആള്. ഇങ്ങനെ തുടങ്ങി 8 ആളുകളെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തിയത്. അതിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഉള്ള ഏതാനും ചില പേര്. ഒന്ന് ഫക്കീറാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആര്? തനിക്കും താൻ ചെലവിനെടുക്കാൻ നിർബന്ധമായവർക്കും ചെലവിനാവശ്യമായ സമ്പത്തൊന്നും ഇല്ലാത്തവർ, ജോലിയുമില്ല, തൻ്റെ ചെലവിന് ആവശ്യമായി ചെലവഴിക്കാൻ പറ്റുന്ന സമ്പത്തുമില്ല. സ്വന്തം മാത്രമല്ല, അവനിക്കും അവൻ്റെ ഭാര്യ, മക്കള്, മാതാപിതാക്കൾ, പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെയും കൂടി ചെലവിന് കൊടുക്കണമല്ലോ. അങ്ങനെ ചെലവിന് കൊടുക്കാൻ ആർക്കെല്ലാം ഞാൻ ചെലവിന് കൊടുക്കണോ അവർക്കും എനിക്കും ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷിയില്ല, ജോലിയുമില്ല. അങ്ങനെയുള്ളവരെ പറ്റിയാണ് ഫക്കീർ എന്ന് പറയുന്നത്. ജോലിയുമില്ല, അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയുമില്ല, ചുരുക്കി പറഞ്ഞാൽ അത്ര. അങ്ങനെയുള്ളവർ ഫക്കീറാണ്. അവർക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അവരാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അവരെ കൊടുക്കണം. പഴയ കാലത്ത് വലിയ ജോലി ഉണ്ടായിരുന്നു, നല്ല വീട് കെട്ടിയിട്ടുണ്ട്. ആ പഴയ കാലത്തുള്ള വീടൊന്നും നോക്കണ്ട, പഴയ കാലത്തുള്ള ബിസിനസ്സും കാര്യം നോക്കണ്ട. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ വിലയിരുത്തുക, അദ്ദേഹത്തിനേക്ക് നല്ല സക്കാത്തിൻ്റെ മുതൽ കൊടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തത് മിസ്കീൻ എന്ന് പറഞ്ഞാൽ ജോലിയുണ്ട്, ജോലിയിലൂടെ ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ അവനിക്കും അവൻ ചെലവെടുക്കാൻ നിർബന്ധമായവർക്കും അത് മതിയാവുന്നില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ദിവസത്തിൽ 1000 രൂപയാണ് ചെലവ്. അദ്ദേഹത്തിനേക്ക് ലഭിക്കുന്ന ശമ്പളം 700 രൂപയാണ്, അല്ല 500 മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ അദ്ദേഹം മിസ്കീനാണ്. ജോലിയുണ്ട്, അദ്ദേഹത്തിനേക്ക് ആവശ്യമായ ചെലവിന് മതിയാവുന്നില്ല. അങ്ങനെയുള്ളവരെ പറ്റി മിസ്കീൻ എന്ന് പറയും. അപ്പം മിസ്കീൻ എന്താണ്? സക്കാത്ത് കൊടുക്കണം. ഫക്കീറിന് കൊടുക്കണം, മിസ്കീന് കൊടുക്കണം. അതേപോലെ തന്നെ കടക്കാരനിക്ക് സക്കാത്ത് കൊടുക്കണം, പുതു ഇസ്ലാമിനിക്ക് സക്കാത്ത് കൊടുക്കണം, പുതു മുസ്ലിമിനിക്ക് സക്കാത്ത് കൊടുക്കണം. ഇസ്ലാം സ്വീകരിച്ചെങ്കിലും വിശ്വാസം നമ്മുടെ ഇസ്ലാമിനെ കണ്ടുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ലോ, അവർക്ക് ഇസ്ലാം സക്കാത്ത് കൊടുക്കണം. ഇസ്ലാം സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അവർക്ക് ഞാൻ അങ്ങോട്ട് നൽകുന്ന ബഹുമാനം അത് കണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ സ്വഭാവം, ഇസ്ലാമിൻ്റെ സംസ്കാരം മറ്റുള്ളവർ മനസ്സിലാക്കാൻ ഒന്നും കൂടി അത് ഉചിതമാണ്. അത് വളരെയധികം ഉപകാരം ലഭിക്കും എന്നതിനാൽ അവർക്ക് ഇസ്ലാം സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇന്ന് കൂടുതലുമുള്ളത്. അത്തരം ആളുകൾക്ക് സക്കാത്തിൻ്റെ മുതൽ എത്തിച്ചു കൊടുക്കണം. അത് സക്കാത്തിൻ്റെ അവകാശികളാണ്, അവകാശികൾക്ക് തന്നെ സക്കാത്ത് കൊടുക്കണം. ഇന്ന് കൂടുതലും സംഘടിതമായ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ കമ്മിറ്റി ഉണ്ടാക്കി സക്കാത്തിൻ്റെ പണം അല്ലെങ്കിൽ സക്കാത്തിൻ്റെ സാധനം അവർ പിരിച്ചുണ്ടാക്കുക. ഉദാഹരണത്തിന് നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കി അവരിങ്ങനെ ഫിത്ർ സക്കാത്തിൻ്റെ അരിയൊക്കെ സമാഹരിക്കുക, ആ അരിനെ മറ്റുള്ളവർക്ക് ഓദിച്ചു കൊടുക്കുക. അത് ശരിയാവില്ല. സക്കാത്ത് അതിൻ്റെ വ്യക്തികൾക്ക് തന്നെ എത്തിച്ചു കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, സക്കാത്ത് എന്നുള്ളത് പാവങ്ങളുടെ അവകാശമാണ്. എൻ്റെ അവകാശത്തിലുള്ള അരി ഏതാണ് അത് ആ അവകാശികൾക്ക് അറിയണം. അത് അവകാശികളുടേതാണ്, അത് അവരുടെ സ്വത്താണ്, അവരുടെ മുതലാണ്. അത് നമുക്കിങ്ങനെ സംഘടിതമായിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെയും സക്കാത്തിൻ്റെ പണം സ്വരൂപിക്കുക, അവസാനം അത് വിതരണം ചെയ്യുക എന്നുള്ളതൊന്നും അത് ഇസ്ലാമല്ല,
അതൊരിക്കലും ശരിയുമല്ല. ഇന്നത്തെ സലഫിക്കാർ മറ്റൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, അതൊരിക്കലും നമുക്ക് സ്വീകരിക്കാനും കഴിയില്ല. അപ്പോൾ സക്കാത്തിൻ്റെ മുതൽ സക്കാത്തിൻ്റെ അവകാശികളിലേക്ക് തന്നെ ലഭിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.